ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സീഡ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് ബ്രേസ്ലെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഫിഷിംഗ് നെറ്റാണ്. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ ഹുക്ക് കൊടുക്കുക, എന്നിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഗിയർ ലോക്ക് ഇടുന്നതെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. നമ്മൾ രണ്ടായിട്ട് പാർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഒരു സൈഡിലാണ് ലോക്ക് കൊടുത്തത്. അപ്പോൾ രണ്ട് പാർട്ടിൽ ഓരോ പാർട്ടിലും രണ്ട് സിൽവർ ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഒരു റോസ് ബീഡ് എടുത്തിട്ട് ക്രോസ് ആക്കി, അതായത് ഒരെണ്ണം അങ്ങോട്ടും ഒരു വള്ളി ഇങ്ങോട്ടും ആ രീതിയിൽ ക്രോസ് ആക്കി ഇത് ലോക്കാക്കുക, ആ ഒരു പോർഷൻ. വീണ്ടും രണ്ട് സീഡ് ബീഡ്സ്, അതായത് പിങ്ക് സീഡ് ബീഡ്സ് അവിടെ ഒരു സൈഡിലും റൈറ്റിലും മറ്റേ സൈഡിൽ രണ്ട് സീഡ് ബീഡ്സ്, അങ്ങനെ 4 സീഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിൽവർ ബീഡ് എടുത്തിട്ട് രണ്ട് സ്ട്രിങ്ങും അതിന് ഒരേപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ക്രോസ് അല്ല ചെയ്യേണ്ടത്, രണ്ടും ഒരേ സൈഡിൽ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിലേക്ക് ആക്കിയിട്ട് റൈറ്റ് സൈഡിലുള്ള 2 മുത്തുണ്ടല്ലോ, അതായത് നമ്മൾ അവസാനം ഇട്ട് കൊടുത്ത 4 മുത്തിൽ റൈറ്റ് സൈഡ് 2 മുത്തിലൂടെ റൈറ്റ് സൈഡിലെ സ്ട്രിങ് പുറത്തേക്ക് എടുക്കുക. സിമിലർലി ലെഫ്റ്റ് സൈഡിലും ഉള്ള സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ 2 റോസ് മുത്തിൻ്റെയും പുറത്തൂടെ എടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിങ്ങനെ കിട്ടും. ഇനി വീണ്ടും ഒരു റോസ് മുത്തെടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത്, ഒരേപോലെയല്ല ക്രോസ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കുക. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഫ്ലവർ കിട്ടും. ഇങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നത്. വീണ്ടും പ്രോസസ്സ് സിമിലറാണ്. രണ്ട് സിൽവർ ബീഡ്സ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുക, ഒരു റോസ് ബീഡ് വെച്ച് അത് ക്ലോസ് ചെയ്യുക. വീണ്ടും റോസ് ബീഡ് ലെഫ്റ്റ് സൈഡിലും 2 റോസ് ബീഡ് റൈറ്റ് സൈഡിലും കൊടുക്കുക. സിൽവർ ബീഡ്സ് എടുക്കുക, പിന്നെ ഇതുപോലെ അകത്തോട്ട് എടുക്കുക. വീണ്ടും ഒരു റോസ് ബീഡ് കൊടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ലാസ്റ്റ് ലോക്ക് കൊടുക്കാം. അവസാനത്തെ സിൽവർ ബീഡ്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാം. അതിനുവേണ്ടി ലോക്ക് കൊടുക്കുക, അതിനുശേഷം ചെയിൻ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിനകത്തൂടെ ലോക്ക് വലിച്ചിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ ആയിട്ടുള്ള സ്ട്രിങ് കട്ട് ചെയ്ത് കളയുക. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ചെയ്ത വേറെ 2 കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ശരി, ടാറ്റാ.